ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേ. ഇപ്പോൾ ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേ രണ്ട് ടൈപ്പ് ഉണ്ട്. നോൺ ഡയറക്ഷണലുണ്ട്, അതേപോലെ ഡയറക്ഷണലുണ്ട്. അപ്പോൾ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ, സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരു സ്പെസിഫിക് ഡയറക്ഷനിലാണെങ്കിൽ മാത്രം വർക്ക് ചെയ്യുന്ന റിലേനെ പറയുന്ന പേരാണ് ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേ, ഡയറക്ഷണൽ എന്ന് പറയും. എന്നാൽ നോൺ ഡയറക്ഷണൽ ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേ എന്ന് പറഞ്ഞാൽ അവിടെ സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ ഫ്ലോ എന്ത് ചെയ്യില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഏത് ഡയറക്ഷനിലും, സർക്യൂട്ടിൽ ഏത് ഡയറക്ഷനിലും ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഓവർ കറണ്ട് റിലേനെ പറയുന്ന പേരാണ് നോൺ ഡയറക്ഷണൽ ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നോൺ ഡയറക്ഷണൽ ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേയാണ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ശ്രദ്ധിക്കുക. അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഒരു അലൂമിനിയം ഡിസ്ക് ഉണ്ട്. ഈ അലൂമിനിയം ഡിസ്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിനിടയിലാണ്. ആ രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിനിടയിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അലൂമിനിയം ഡിസ്ക് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു അപ്പർ മാഗ്നറ്റും ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ലോവർ മാഗ്നറ്റും ഉണ്ട്. ഈ അപ്പർ മാഗ്നറ്റിൻ്റെ രണ്ട് വൈൻഡിങ് ഉണ്ട്, ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു സെക്കൻഡറി വൈൻഡിങ്ങും നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൈമറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീറ്റിൻ്റെ സെക്കൻഡറിയുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീറ്റ് എന്ന് പറഞ്ഞാൽ ഈ സീറ്റിൻ്റെ പ്രൈമറി, അതായത് സീറ്റിൽ നിന്ന് കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ഏത് ലൈനാണോ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ ലൈനുമായിട്ടായിരിക്കും ഈ സീറ്റിൻ്റെ പ്രൈമറി കണക്ട് ചെയ്തിട്ടുണ്ടാവാം. ഈ സീറ്റിൻ്റെ സെക്കൻഡറി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയുള്ള അപ്പർ മാഗ്നറ്റിൻ്റെ പ്രൈമറി വൈൻഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രൈമറി വൈൻഡിങ് നമ്മൾ റെഗുലർ ഇൻ്റർവെല്ലിൽ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ടാപ്പിംഗ് നമ്മൾ ഇവിടെയുള്ള ഒരു പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും, ഇവിടെ അങ്ങനെ ടാപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൈമറി വൈൻഡിങ് നമ്മളൊരു പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേ ഓപ്പറേറ്റിംഗ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏത് കറണ്ട് സെറ്റിംഗ് ആണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു കറണ്ട് സെറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ടാപ്പ് ചെയ്തിട്ട് ആ ടാപ്പിംഗ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ റിലേ ഓപ്പറേറ്റിംഗ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസിൽ മാറ്റം വരും. അതനുസരിച്ച് അവിടെ എന്ത് ചെയ്യും, നമുക്ക് ഡിസൈഡ് കറണ്ട് സെറ്റിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സെക്കൻഡറി വൈൻഡിങ് ശ്രദ്ധിക്കുക. സെക്കൻഡറി വൈൻഡിങ് പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ഇൻഡക്ഷൻ മുഖേന എന്ത് ചെയ്യും, ഈ സെക്കൻഡറി വൈൻഡിങ് എന്ത് ചെയ്യും, എനർജൈസ് ചെയ്യും. ഈ സെക്കൻഡറി വൈൻഡിങ് നമ്മൾ ലോവർ മാഗ്നറ്റിൻ്റെ വൈൻഡിങ്ങുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന ഈ അലൂമിനിയം ഡിസ്കിന് ഒരു സ്പൈറൽ സ്പ്രിങ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ അലൂമിനിയം ഡിസ്കിന് സ്പൈറൽ സ്പ്രിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പൈറൽ സ്പ്രിങ് നമുക്ക് കൺട്രോളിങ് ടോർക്ക് ആര് പ്രൊവൈഡ് ചെയ്യും, ഈ ഒരു സ്പൈറൽ സ്പ്രിങ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ഈ ഒരു ഡിസ്കിൻ്റെ സ്പിൻഡിൽ ഇവിടെ കാണാൻ പറ്റും, ഡിസ്കിൻ്റെ സ്പിൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രിഡ്ജ്, ഒരു മൂവിങ് കോണ്ടാക്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ചെയ്യുന്നുണ്ട്. ആ മൂവിങ് കോണ്ടാക്റ്റ് എന്ത് ചെയ്യും, ഇവിടെ രണ്ട് ഫിക്സഡ് കോണ്ടാക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ രണ്ട് ഫിക്സഡ് കോണ്ടാക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പിൻഡിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂവിങ് കോണ്ടാക്റ്റ് വന്നിട്ട് ഇവിടെയുള്ള രണ്ട് ഫിക്സഡ് കോണ്ടാക്റ്റ് തമ്മിൽ എന്ത് ചെയ്യും, ക്ലോസ് ആക്കും അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഈ രണ്ട് മൂവിങ് കോണ്ടാക്റ്റ് ക്ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ആ ക്ലോസ് ആയിരുന്ന സമയത്തുള്ള ട്രിപ്പ് സർക്യൂട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ട്രിപ്പ് സർക്യൂട്ടിൻ്റെ രണ്ട് കോണ്ടാക്റ്റാണ് നമ്മൾ ഈ രണ്ട് ഫിക്സഡ് കോണ്ടാക്റ്റിൽ വെച്ചിട്ടുള്ളത്. അതിനെ ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അലൂമിനിയം ഡിസ്കിൻ്റെ സ്പിൻഡിൽ ഒരു മൂവിങ് കോണ്ടാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അലൂമിനിയം ഡിസ്ക് ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പ്രീസെറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെയുള്ള രണ്ട് ഫിക്സഡ് കോണ്ടാക്റ്റ് ക്ലോസ് ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആംഗിൾ ഏത് പ്രീസെറ്റ് ആംഗിൾ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയുള്ള നമുക്ക് ഏത് ഒരു ആംഗിളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഏത് ടൈമിലാണോ നമുക്ക് നമ്മളെ റിലേ വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ട്രിപ്പിംഗ് സർക്യൂട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിഗ്രിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ടൈം സെറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 0 മുതൽ 360 ഡിഗ്രി വരെയുള്ള ഏതൊരു ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഇവിടെ ഡിസൈഡ് ആയിട്ടുള്ള ടൈം സെറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഓപ്പറേഷൻ ശ്രദ്ധിക്കുക. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു അലൂമിനിയം ഡിസ്ക് കിടക്കുന്നത്. അപ്പോൾ രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അലൂമിനിയം ഡിസ്കിൽ എന്ത് വരും, ഒരു ഡ്രൈവിംഗ് ടോർക്ക് കിട്ടും. ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു ഡ്രൈവിംഗ് ടോർക്ക് കിട്ടും. അപ്പോൾ നോർമൽ സമയത്ത് ഈ ഒരു അലൂമിനിയം ഡിസ്കിൽ ഡ്രൈവിംഗ് ടോർക്ക് വന്നു കഴിഞ്ഞാലും ആ ഡ്രൈവിംഗ് ടോർക്കിനെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സ്പൈറൽ സ്പ്രിങ്ങിൻ്റെ റീസ്ട്രെയിനിങ് ടോർക്കും മറ്റും കാരണം എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ഒരു റീസ്ട്രെയിൻ ടോർക്ക് കാരണം അതിന് ഒപ്പോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് ടോർക്കും റീസ്ട്രെയിൻ ടോർക്കും തമ്മിൽ ഒപ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഡിസ്ക് അവിടെ സ്റ്റേഷനറായിട്ട് നിൽക്കും. അപ്പോൾ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമ്മൾ റീസ്ട്രെയിനിങ് ടോർക്ക് ഡ്രൈവിംഗ് ടോർക്കിനേക്കാളും ഈക്വലോ അല്ലെങ്കിൽ എന്തായിരിക്കും അതിനേക്കാളും ഗ്രേറ്ററോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അലുമിനിയം ഡിസ്ക് എന്ത് ചെയ്യും, അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. എന്തെങ്കിലും കാരണവശാൽ നമ്മളെ സർക്യൂട്ടിലുള്ള കറണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ടോർക്ക് കൂടും. അതായത് ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ടോർക്ക് കൂടും. അപ്പോൾ ഡ്രൈവിംഗ് ടോർക്ക് കൂടിക്കഴിഞ്ഞാൽ അത് റെസിസ്റ്റൈനിങ് ടോർക്കിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, നമ്മളെ ഡിസ്ക് ഈ ഡ്രൈവിംഗ് ടോർക്ക് കാരണം നമ്മളിവിടെയുള്ള ഈ അലൂമിനിയം ഡിസ്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള മൂവിങ് കോണ്ടാക്റ്റ് വന്നിട്ട് ഈ രണ്ട് ഫിക്സ്ഡ് കോണ്ടാക്റ്റിനെ ബ്രിഡ്ജ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ നമ്മൾ റിലേ ട്രിപ്പിംഗ് സർക്യൂട്ടിനെ എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ റിലേ ട്രിപ്പിംഗ് സർക്യൂട്ട് ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഫോൾട്ടി സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇത് ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേ, നോൺ ഡയറക്ഷൻ ആയിട്ടുള്ള ഒരു റിലേൻ്റെ ഓവർ കറണ്ട് റിലേൻ്റെ വർക്കിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് നോട്ട് ശ്രദ്ധിക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അലൂമിനിയം ഡിസ്ക് വിച്ച് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ബിറ്റ്വീൻ ടു ഇലക്ട്രോ മാഗ്നറ്റ്. ഇത് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അലൂമിനിയം ഡിസ്ക് മുഖാന്തരമാണ്. വിച്ച് ഈസ് ഫ്രീ റൊട്ടേറ്റ് ഇൻ ബിറ്റ്വീൻ ടു ഇലക്ട്രോ മാഗ്നറ്റ്. ഈ ഒരു അലൂമിനിയം ഡിസ്ക് രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ദ അപ്പർ ഇലക്ട്രോ മാഗ്നറ്റ് ആസ് എ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. അപ്പർ ഇലക്ട്രോ മാഗ്നറ്റ് എന്നൊരു ഒരു പ്രൈമറി അതേപോലെ സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. The primary is connected to secondary of CT in the line to be protected and tapped at intervals. നമ്മൾ പ്രൈമറി കണക്ട് ചെയ്തിട്ടുള്ളത് സീറ്റിൻ്റെ സെക്കൻഡറിയുമായിട്ടാണ്. ആ സീറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് ഏത് ലൈനാണോ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സീറ്റിൻ്റെ സെക്കൻഡറിയുമായിട്ട് ഈ പ്രൈമറി വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടാപ്ഡ് അറ്റ് ഇൻ്റർവൽസ്, ചില ഇൻ്റർവൽസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ടാപ്പിംഗ്സ് ആർ കണക്റ്റഡ് ടു എ പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജ് ബൈ വിച്ച് ദ നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺസ് ഓൺ ദ റിലേ ഓപ്പറേറ്റിംഗ് കോയിൽ ക്യാൻ ബി വാരിഡ് ദർ ബൈ ഗിവിംഗ് ദ ഡിസൈഡ് കറണ്ട് സെറ്റിംഗ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടാപ്പിംഗ് നമ്മൾ പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള നമ്പർ ഓഫ് ടേൺസ്, റിലേ ഓപ്പറേറ്റിംഗ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും. അത് കാരണം നമുക്ക് അവിടെയുള്ള ഡിസൈഡ് കറണ്ട് സെറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. The secondary winding is energized by induction from primary and is connected in series with the winding of the lower magnet. നമ്മളെ സെക്കൻഡറി വൈൻഡിങ് പ്രൈമറി എന്നുള്ള ഇൻഡക്ഷൻ കാരണം എനർജൈസ് ചെയ്യും. സെക്കൻഡറി വൈൻഡിങ് പ്രൈമറിയിലുള്ള കറണ്ട് കാരണം എനർജൈസ് ചെയ്യും. അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെക്കൻഡറി വൈൻഡിങ് നമ്മൾ ലോവർ മാഗ്നറ്റിൻ്റെ വൈൻഡിങ്ങുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രൊവൈഡഡ് ബൈ സ്പൈറൽ സ്പ്രിങ്. നമ്മളെ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പൈറൽ സ്പ്രിങ് ഉണ്ട്. പിന്നെ ദ സ്പിൻഡിൽ ഓഫ് ദ ഡിസ്ക് ക്യാരീസ് എ മൂവിങ് കോണ്ടാക്ട് വിച്ച് ബ്രിഡ്ജസ് ടു ഫിക്സ്ഡ് കോണ്ടാക്ട് വൺ ഡിസ്ക് റൊട്ടേറ്റ്സ് ത്രൂ എ പ്രീസെറ്റ് ആംഗിൾ. നമ്മളിവിടെ ഉള്ള സ്പിൻഡിൽ ഡിസ്കിൻ്റെ സ്പിൻഡിൽ ഒരു മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ട്. ആ മൂവിങ് കോണ്ടാക്റ്റ് ഒരു പ്രീസെറ്റ് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള രണ്ട് ഫിക്സ്ഡ് കോണ്ടാക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ബ്രിഡ്ജ് ചെയ്യും. ദിസ് ആംഗിൾ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു എനി വാല്യൂ ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി. ഈ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 ഡിഗ്രീൻ്റെയും 360 ഡിഗ്രീൻ്റെ ഇടയിലുള്ള ഏതൊരു ആംഗിളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബൈ അഡ്ജസ്റ്റിംഗ് ദിസ് ആംഗിൾ ദ ട്രാവൽ ഓഫ് ദ മൂവിംഗ് കോണ്ടാക്ട് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ആൻഡ് ഹെൻസ് ദ റിലേ ക്യാൻ ബി ഗിവൻ അറ്റ് എനി ഡിസൈഡ് ടൈം സെറ്റിംഗ്. ഈ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവിംഗ് കോണ്ടാക്റ്റ് അതിൻ്റെ ട്രാവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേനെ ഏതൊരു ഡിസൈഡ് ടൈം സെറ്റിങ്ങിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഇത്രയും ഭാഗങ്ങളത്തിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടോർക്ക് ഓൺ ദ അലൂമിനിയം ഡിസ്ക് ഇസ് സെറ്റപ്പ് ഡ്യൂ ടു ദ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ. നമ്മൾ ഡ്രൈവിംഗ് ടോർക്ക് ഓപ്പറേഷൻ പറയുമ്പോൾ നമ്മൾ എന്തുണ്ടാകും, അലൂമിനിയം ഡിസ്കിൽ ഡ്രൈവിംഗ് ടോർക്ക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ കാരണം ഉണ്ടാകും. ദിസ് ടോർക്ക് ഈസ് ഒപ്പോസിഡ് ബൈ ദ റെസിസ്റ്റൈൻ ടോർക്ക് പ്രൊവൈഡ് ബൈ ദ സ്പ്രിങ്. ഈ ടോർക്കിന്, ഈ ഡ്രൈവിംഗ് ടോർക്കിനെ നമ്മൾ റെസിസ്റ്റൈൻ ടോർക്ക് എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. Under normal operating condition, resistance torque is greater than the driving torque produced by the relay coil current. Therefore, the aluminum disc remains stationary. അപ്പോൾ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമ്മൾ റെസിസ്റ്റൈൻ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടോർക്കിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും.
അതുകൊണ്ട് തന്നെ therefore the aluminum disc remains stationary. അതുകൊണ്ട് അലുമിനിയം ഡിസ്ക് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. If the current is in the protected circuit exceeds the preset value, the driving torque becomes greater than the restraining torque. അപ്പോൾ നമ്മളെ കറണ്ട് പ്രൊട്ടക്റ്റഡ് സർക്യൂട്ടിൻ്റെ കറണ്ട് ഒരു പ്രീസെറ്റ് വാല്യൂവിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടോർക്ക് എന്താകും? റെസിസ്റ്റൻറ്റ് ടോർക്കിനേക്കാളും കൂടുതലായിട്ട് മാറും. കോൺസിക്വൻ്റ്ലി ഡിസ്ക് റൊട്ടേറ്റ്സ് ആൻഡ് മൂവിങ് കോൺടാക്ട്സ് ബട്ട് ജസ്റ്റ് ദ ഫിക്സ്ഡ് കോൺടാക്ട് വിത്ത് ഡിസ്ക് ആസ് റൊട്ടേറ്റ് ദ പ്രീസെറ്റ് ആംഗിൾ. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യും? ഡിസ്ക് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. മൂവിങ് കോൺടാക്ട് എന്ത് ചെയ്യും? നമ്മുടെ ഫിക്സ്ഡ് കോൺടാക്റ്റുകൾ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് ബ്രിഡ്ജ് ചെയ്യും. ഡിസ്ക് ഒരു പ്രീസെറ്റ് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ മൂവിങ് കോൺടാക്ട് എന്നിട്ട് നമ്മൾ ഫിക്സ്ഡ് കോൺടാക്റ്റിനെ ബ്രിഡ്ജ് ചെയ്യും. ദ ട്രിപ്പ് സർക്യൂട്ട് ഓപ്പറേറ്റ് ദ സർക്യൂട്ട് ബ്രേക്ക് വിച്ച് ഐസൊലേറ്റ് ദ ഫോൾട്ടി സെക്ഷൻ. അങ്ങനെ ആ ഒരു മൂവിങ് കോൺടാക്റ്റും ഫിക്സ്ഡ് കോൺടാക്റ്റും നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് സർക്യൂട്ട് ആക്റ്റീവ് ആകും. ട്രിപ്പ് സർക്യൂട്ട് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫോൾട്ടി സെക്ഷൻ എന്ത് ചെയ്യും? അത് ഐസൊലേറ്റ് ചെയ്ത് കളയും. ഇതാണ് ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ടിലെ നോൺ ഡയറക്ഷനിൻ്റെ നമ്മൾ വർക്കിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡക്ഷൻ ടൈപ്പ് ഡയറക്ഷണൽ പവറിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡക്ഷൻ ടൈപ്പ് പവർ റിലേൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ പവർ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ഡയറക്ഷനിലാണ് പവർ ഫ്ലോ ചെയ്യേണ്ടത്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പവർ ഫ്ലോ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻഡക്ഷൻ ടൈപ്പ് ഡയറക്ഷണൽ ഓവർ കറണ്ട് ഇൻഡക്ഷൻ ടൈപ്പ് ഡയറക്ഷണൽ പവർ റിലേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ രണ്ട് ഭാഗമുണ്ട്. ഒരു അപ്പർ മാഗ്നറ്റും ഉണ്ട്, അതേപോലെ ഒരു ലോവർ മാഗ്നറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പർ മാഗ്നറ്റ് ഇവിടെ ഉണ്ട്. ഈ അപ്പർ മാഗ്നറ്റിലൊരു വൈൻഡിങ് ഉണ്ട്. ഈ വൈൻഡിങ്ങിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ കോയിൽ എന്ന് പറയും. ഇത് നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ സെൻട്രൽ ലിമ്പിലാണ് എന്ത് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതൊരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പർ മാഗ്നറ്റുള്ള വൈൻഡിങ്ങിന് നമ്മൾ പറയുന്ന പേര്, അല്ലെങ്കിൽ കോയിലിന് നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ കോയിൽ എന്ന് പറഞ്ഞു. താഴെ ഒരു ലോവർ മാഗ്നറ്റ് ഉണ്ട്. ഈ ലോവർ മാഗ്നറ്റ് നമ്മളൊരു കറണ്ട് കോയിൽ, ഈ ലോവർ മാഗ്നറ്റിൽ വൈൻഡിങ് ഉണ്ട്. ആ വൈൻഡിങ് നമ്മൾ സീറ്റിൻ്റെ സെക്കൻഡറിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കോയിലിനെ പറയുന്ന പേരാണ് കറണ്ട് കോയിൽ എന്ന് പറയും. അപ്പോൾ മേലുള്ള അപ്പർ മാഗ്നറ്റിൻ്റെ കോയിലിനെ നമ്മൾ പൊട്ടൻഷ്യൽ കോയിൽ എന്നും പറഞ്ഞു. താഴെയുള്ള മാഗ്നറ്റിൻ്റെ കോയിലിനെ, അതിലുള്ള വൈൻഡിങ്ങിലുള്ള കോയിലിനെ നമ്മൾ കറണ്ട് കോയിൽ എന്നും പറഞ്ഞു. ഇനി ഇതിന് ഇടയിൽ എന്തുണ്ട്? ഒരു അലൂമിനിയം ഡിസ്ക് ഉണ്ട്. ഈ അലൂമിനിയം ഡിസ്ക് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് ഈ രണ്ട് മാഗ്നറ്റിൻ്റെ ഇടയിൽ റൊട്ടേറ്റ് ചെയ്യും. ഈ റിലേ എപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ? നമ്മളെ പവർ ഫ്ലോ ഒരു സ്പെസിഫിക് ഡയറക്ഷനിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ആ ഒരു ഡയറക്ഷൻ. അതുകൊണ്ടാണ് നമ്മളതിനെ ഡയറക്ഷണൽ പവർ റിലേ എന്ന് പറയാനുള്ള കാരണം. ഇനി ഇതിൻ്റെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റീസ്ട്രെയിനിങ് ടോർക്ക്, ഇവിടെ ഒരു സ്പൈറൽ സ്പ്രിങ് ഉണ്ടാകും. ആ സ്പൈറൽ സ്പ്രിങ് ആണ് ഇതിന് റീസ്ട്രെയിനിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഈ സ്പിൻഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്പിൻഡിൽ, ഡിസ്കിൻ്റെ സ്പിൻഡിൽ നിന്നുണ്ടാകും ഒരു മൂവിങ് കോൺടാക്റ്റ് ഉണ്ടാകും. ആ മൂവിങ് കോൺടാക്റ്റ് ഒരു പ്രീസെറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഇവിടെയുള്ള രണ്ട് ഫിക്സ്ഡ് കോൺടാക്റ്റ് എന്ത് ചെയ്യും? അത് ബ്രിഡ്ജ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയുള്ള ഏതൊരു ആംഗിൾ നമുക്ക് ഇതിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് മൂവിങ് കോൺടാക്റ്റ് ട്രാവലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണം നമുക്ക് ഏത് ഡിസൈഡ് ടൈം സെറ്റിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ PT എന്നുള്ള പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നുള്ള കറണ്ട് കാരണം, പൊട്ടൻഷ്യൽ കോയിലുള്ള ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നുള്ള കറണ്ട് കാരണം, ആ കറണ്ടും അതേപോലെ അവിടെ ഉണ്ടാകുന്ന അപ്ലൈഡ് വോൾട്ടേജും, അപ്പർ മാഗ്നറ്റ് ഉണ്ടാകുന്ന കറണ്ടും അതേപോലെ വോൾട്ടേജും തമ്മിൽ ഒരു 90 ഡിഗ്രി ഒരു ലാഗിങ് ഉണ്ടാകും. അപ്പോൾ ഇവിടെയുള്ള ഫ്ലക്സ് ആണ് ∅1 എന്ന് പറഞ്ഞാൽ. അതേപോലെ ∅2 എന്നുള്ളത് പറഞ്ഞാൽ ഇവിടെയുള്ള കറണ്ട് കോയിലുള്ള കറണ്ട് കാരണമുള്ള ഫ്ലക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും. അപ്പോൾ ഈ ഫ്ലക്സ് ∅1ൻ്റെ അതേപോലെ ∅2ൻ്റെയും ഇൻട്രാക്ഷൻ കാരണം ഈ ഒരു ഡിസ്കിൽ എന്ത് ചെയ്യും? അലൂമിനിയം ഡിസ്കിൽ ഒരു ഡ്രൈവിംഗ് ടോർക്ക് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും.
അപ്പോൾ നോർമൽ സർക്യൂട്ടിൽ നോർമൽ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ടിലുള്ള പവർ ഫ്ലോ നോർമൽ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് ടോർക്കും അതേപോലെ തന്നെ റീസ്റ്റെയിൻ ടോർക്കും തമ്മിൽ ഒരേ ഡയറക്ഷനിൽ ഈ ഒരു അലൂമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യും, അവിടെ കറങ്ങാത്ത രീതിയിൽ എന്ത് ചെയ്യും, അവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടാകും. അത് കാരണം അലൂമിനിയം ഡിസ്ക് അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. ജസ്റ്റ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് അവിടെ എന്താകും, അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റിലേ എന്ത് ചെയ്യും, ഇന്നോപ്പറേറ്റീവായിട്ട് അവിടെ നിൽക്കും. എന്തെങ്കിലും കാരണവശാൽ നമ്മളെ സർക്യൂട്ടിലുള്ള പവർ ഫ്ലോ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഡ്രൈവിംഗ് ടോർക്കിൻ്റെയും ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ചേഞ്ച് വരും. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ റീസ്റ്റെയിൻ ടോർക്കിനേക്കാളും അതിനേക്കാളും ടോർക്ക് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ആകും. ആ ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മൂവിങ് കോൺടാക്റ്റ് വന്നിട്ട് രണ്ട് ഫിക്സഡ് കോൺടാക്റ്റിന് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ട്രിപ്പ് സർക്യൂട്ട് ആക്റ്റീവ് ആകും. ട്രിപ്പ് സർക്യൂട്ട് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളെ ഫോൾട്ടി സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കണക്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിനൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, രണ്ട് മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ അപ്പർ മാഗ്നറ്റും അതേപോലെ ലോവർ മാഗ്നറ്റും ഉണ്ട്. അപ്പർ മാഗ്നറ്റിൽ ഒരു കോയിലുണ്ട്, ലോവർ മാഗ്നറ്റിൽ ഒരു കോയിലുണ്ട്. രണ്ടിലും കറണ്ട് വരുന്ന സമയത്ത് പിന്നെ രണ്ട് ഫ്ലക്സ് ഉണ്ടാകും. 5 എന്നുള്ള ഫ്ലക്സും 5 എന്നുള്ള ഫ്ലക്സും ഉണ്ടാകും. അതിൻ്റെ രണ്ടിൻ്റെ ഇൻട്രാക്ഷൻ കാരണം നമ്മൾ ഒരു ഡ്രൈവിംഗ് ടോർക്ക് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഡ്രൈവിംഗ് ടോർക്കും അതേപോലെ റീസ്റ്റെയിൻ ടോർക്കും തമ്മിൽ ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ രണ്ടും ഈ അലുമിനിയം ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യും, അവിടെ നിൽക്കും, ഈക്വലായിട്ട് നിൽക്കും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അവിടെ ഒരു പവർ ഫ്ലോയിൽ വ്യത്യാസം വന്നാൽ ഡ്രൈവിംഗ് ടോർക്കിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് കോൺടാക്റ്റിന് എന്ത് ചെയ്യും, ഈ മൂവിങ് കോൺടാക്റ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ആകും. ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഫോൾട്ടി സെക്ഷനിൽ ഡിസ്കണക്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ് ആയിട്ട് പറയാനുള്ളത്. ജസ്റ്റ് നോട്ട് കൂടി ശ്രദ്ധിക്കുക. ദിസ് ടൈപ്പ് ഓഫ് റിലേ ഓപ്പറേറ്റ് വെൻ ദ പവർ ഫ്ലോ ഇസ് ഇൻ ദ സ്പെസിഫിക് ഡയറക്ഷൻ. ഈ ഒരു റിലേ വർക്ക് ചെയ്യുന്ന നമ്മൾ പവർ ഫ്ലോ ഒരു സ്പെസിഫിക് ഡയറക്ഷനിലാകുന്ന സമയത്ത് മാത്രമേ റിലേ വർക്ക് ചെയ്യുള്ളൂ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അലൂമിനിയം ഡിസ്ക് വിച്ച് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ബിറ്റ്വീൻ ദ ടു ഇലക്ട്രോ മാഗ്നറ്റ്. ഇത് രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിൽ ഒരു അലൂമിനിയം ഡിസ്ക് വെച്ചിട്ടുള്ളത്. ഈ അലൂമിനിയം ഡിസ്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ദ അപ്പർ മാഗ്നറ്റ് കരീസ് എ വൈൻഡിങ്. അപ്പർ മാഗ്നറ്റ് എന്നുള്ള ഒരു വൈൻഡിങ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ കോയിൽ. പിന്നെ അതേപോലെ വിച്ച് ഈസ് കണക്റ്റഡ് ത്രൂ PT ടു ദ സർക്യൂട്ട് വോൾട്ടേജ് സോഴ്സ്. അതെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിനോട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് സോഴ്സുമായിട്ടായിരിക്കും ഈ PT കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ദ ലോവർ ഇലക്ട്രോ മാഗ്നറ്റ് ആസ് എ സെപ്പറേറ്റ് വൈൻഡിങ് കണക്റ്റഡ് ഇൻ ദ സെക്കൻഡറി ഓഫ് CT ഇൻ ദ ലൈൻ ടു ബി പ്രൊട്ടക്റ്റഡ്. ലോവർ ഇലക്ട്രോ മാഗ്നറ്റ് ഒരു സെപ്പറേറ്റ് വൈൻഡിങ് ഉണ്ട്, അതിന് പറഞ്ഞ പേരാണ് കറണ്ട് കോയിൽ. കണക്റ്റഡ് ടു സെക്കൻഡറി ഓഫ് CTൻ്റെ സെക്കൻഡറി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻ ദ ലൈൻ ടു ബി പ്രൊട്ടക്റ്റഡ്. ആ ലൈൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട CTൻ്റെ സെക്കൻഡറിയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ കറണ്ട് കോയിൽ ഇസ് പ്രൊവൈഡഡ് വിത്ത് എ നമ്പർ ഓഫ് ടാപ്പിംഗ്സ് കണക്റ്റഡ് ഇൻ ദ പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജ്. ദിസ് പെർമിറ്റ്സ് ഹാവ് ടു എനി ഡിസൈഡ് കറണ്ട് സെറ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് കറണ്ട് സെറ്റിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ദ റീസ്റ്റെയിൻ ടോർക്ക് ഇസ് പ്രൊവൈഡ് ബൈ സ്പൈറൽ സ്പ്രിംഗ്. നമ്മുടെ സ്പൈറൽ സ്പ്രിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് റീസ്റ്റെയിൻ ടോർക്ക് പ്രൊവൈഡ് ചെയ്യും. ദ സ്പിൻഡിൽ ഓഫ് ദ ഡിസ്ക് കാരീസ് എ മൂവിംഗ് കോൺടാക്ട് വിച്ച് ബ്രിഡ്ജസ് ദ ടു ഫിക്സ്ഡ് കോൺടാക്ട് ഡിസ്ക് റൊട്ടേറ്റ് ദ പ്രീസെറ്റ് ആംഗിൾ. ഈ സ്പിൻഡിൽ ഡിസ്കിൻ്റെ സ്പിന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൂവിംഗ് കോൺടാക്റ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും, രണ്ട് ഫിക്സ്ഡ് കോൺടാക്റ്റിനെ ബ്രിഡ്ജ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ എപ്പോൾ ബ്രിഡ്ജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക് ഒരു സെറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ അഡ്ജസ്റ്റിംഗ് ദിസ് ആംഗിൾ ദ ട്രാവൽ ഓഫ് ദ മൂവിംഗ് കോൺടാക്ട് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ആൻഡ് ഹെൻസ് ദ റിലേ ക്യാൻ ബി ഗിവൻ എനി ഡിസൈഡ് ടൈം സെറ്റിംഗ്. ഈ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവിംഗ് കോൺടാക്റ്റിന് ട്രാവൽ ഓഫ് മൂവിംഗ് കോൺടാക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏത് ഡിസൈഡ് കറണ്ട് സെറ്റിംഗ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ടൈം സെറ്റിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ദ ഫ്ലക്സ് 5 ഡ്യൂ ടു ദ കറണ്ട് ഇൻ ദ പൊട്ടൻഷ്യൽ കോയിൽ വിൽ ബി നിയർലി 90 ഡിഗ്രി ലാഗിങ് ബിഹൈൻഡ് ദ വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ് വി. അതായത് നമ്മൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് 5 എന്നുള്ള ഫ്ലക്സ് പൊട്ടൻഷ്യൽ കോയിലുള്ള കറണ്ട് കാരണമുള്ള ഫ്ലക്സ് 5 എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനേക്കാളും അല്ലെങ്കിൽ അവിടെയുള്ള കറണ്ടും വോൾട്ടേജും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. പിന്നെ അതേപോലെ ദ ഫ്ലക്സ് 5 ഡ്യൂ ടു കറണ്ട് കോയിൽ വിൽ ബി നിയർലി ഇൻ ഫേസ് വിത്ത് ഓപ്പറേറ്റിംഗ് കറണ്ട് I. 5 എന്നുള്ള ഫ്ലക്സ് നമ്മളെ ഓപ്പറേറ്റിംഗ് കറണ്ടിൻ്റെ എന്തായിരിക്കും, ഇൻ ഫേസ് ആയിട്ടായിരിക്കും അവിടെ വരുന്നുണ്ടാവാം.
പിന്നെ രണ്ട് ഫ്ലക്സിന് ഇൻട്രാക്ഷൻ കാരണം ദ ഇൻട്രാക്ഷൻ ഓഫ് ഫ്ലക്സ് 5-1 ആൻഡ് 5-2 വിത്ത് ദ എഡി കറണ്ട് ഇൻഡ്യൂസ് ഇൻ ദ ഡിസ്ക് പ്രൊഡ്യൂസ് ഡ്രൈവിംഗ് ടോർക്ക്. രണ്ട് ഫ്ലക്സ് ഇൻട്രാക്ഷൻ കാരണം അവിടെ ഡ്രൈവിംഗ് ടോർക്ക് ഇൻഡ്യൂസ് ചെയ്യും. When the power flow in the circuit flows in the normal direction, the driving torque and the resultant torque help each other to turn away the moving contact from the fixed contact. പവർ ഫ്ലോ നോർമൽ ഡയറക്ഷൻ ആകുന്ന സമയത്ത് ഈ ഡ്രൈവിംഗ് ടോർക്കും റെസിസ്റ്റന്റ് ടോർക്കും ഹെൽപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഫിക്സഡ് കോൺടാക്റ്റിനെ മൂവിങ് കോൺടാക്റ്റിൽ നിന്ന് എവേ ആയിട്ട് നിർത്തും. കോൺസിക്വൻലി ദ റിലേ റിമെയിൻസ് ഓപ്പറേറ്റീവ്. അതുകൊണ്ട് തന്നെ റിലേ എന്ത് ചെയ്യും, ഇനോപ്പറേറ്റീവ് ആയിട്ട് നിൽക്കും. ദ റിവേഴ്സൽ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് റിവേഴ്സസ് in the direction of the driving torque on the disc and rotate the reverse direction and the moving contact will causes the trip circuit. അപ്പോൾ നമ്മളെ സർക്യൂട്ടിലെ പവർ ഫ്ലോ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡ്രൈവിംഗ് ടോർക്കിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് മൂവിങ് കോൺടാക്റ്റ് എന്ത് ചെയ്യും, മൂവിങ് കോൺടാക്റ്റ് ഫിക്സ്ഡ് കോൺടാക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് സർക്യൂട്ട് എന്ത് ചെയ്യും, ക്ലോസ് ആകും. ദിസ് ഇസ് കോസസ് ഓപ്പറേഷൻ സർക്യൂട്ട് വിച്ച് ഇസ് ഡിസ്ക് ആൻഡ് ദ ഫോൾട്ടി സെക്ഷൻ. അത് കാരണം എന്ത് ചെയ്യും, നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഫോൾട്ടി സെക്ഷൻ എന്ത് ചെയ്യും, അതിന് ഡിസ്കണക്ട് ചെയ്ത് കളയുകയും ചെയ്യും.